ഹലോ, ഇന്നതാ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2 ദിവസമൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത് കേട്ടോ. ഇന്നലെയൊക്കെ 2 ദിവസം ലൈവൊക്കെ ഇട്ടതുകൊണ്ട് വീഡിയോസ് അല്ല, നെറ്റ് കമ്മിയാണ്, അന്നേരം വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ഉള്ളതുകൊണ്ട് നെറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് വീഡിയോസ് ഇപ്പോൾ ഒന്നരാടം ദിവസങ്ങളിലാട്ടോ ഇനി ഉണ്ടാവുള്ളൂ. അന്നേരം രാവിലത്തെ ഇന്ന് ഉപ്മാവും കടലക്കറിയൊക്കെ ആയിരുന്നു രാവിലെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ചോറൊക്കെ ആയി, കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഇത് രാവിലെ അപ്പുറത്ത് അമ്മേൻ്റെ തറവാട്ടിൽ ലേശം സ്ഥലമുണ്ട്, അന്നേരം അവിടെ അമ്മേൻ്റെ ഓരിയാണ് കേട്ടോ, അവിടെ പുളി ഉണ്ട് കേട്ടോ. ഇടക്കും തലക്കൊക്കെ ലേശം പുളി ഇട്ടു. അന്നേരം ഇതിങ്ങനെ ഞാൻ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഉണക്കിയെടുക്കും കേട്ടോ. അത് ഷാണ്ടൊക്കെ ഷട്ടിൽ കളിക്കുന്ന ബാറ്റാട്ടോ. ഇപ്പോൾ ബാറ്റ് കൊണ്ട് കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ പതുക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടുപ്പിനുള്ളിലേക്ക് വീണു പോകും. അന്നേരം രാവിലെ പൊന്നൂനിന്ന് ചോറിനും ഉണ്ടാകാൻ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. അന്നേരം എല്ലാം ലേശം ഉള്ളൂ. അന്നേരം എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് അങ്ങോട്ട് ഉപ്പേരി വെച്ചു. അതും അച്ചാറും കൂട്ടി അവൾക്ക് ചോറ് കൊടുത്തു കേട്ടോ. പിന്നത്തെ വിശേഷം എന്ന് പറയാൻ, എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ തന്നെ ഇപ്പം നമുക്ക് ലോങ് വീഡിയോസിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വ്യൂവേഴ്സൊക്കെ കുറവാണ് വരുന്നത്. എന്താണെന്നൊന്നും അറിയുന്നില്ല. യൂട്യൂബിൻ്റെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. ഇത് 2-3 ദിവസമായി ഉണ്ടാക്കിയിട്ട്. ഒരു ദിവസം വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് മാങ്ങ പഴുക്കാൻ വേണ്ടി പറിച്ച് വെച്ചിട്ടുണ്ട്. അതായത് അതിനകത്ത് 2-3 എടുത്തിട്ട് അരിഞ്ഞിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടോ. അതായത് കുട്ടികൾ എന്തൊക്കെയോ സ്കൂളത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മാങ്ങ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ കൂടെ വർത്താനം പറഞ്ഞിട്ട് മാങ്ങ ആകെ അങ്ങോട്ട് ഇതായിട്ടോ. അന്നേരം സിമ്പിളാണ് ഇട്ടിട്ടുണ്ടായത്, പക്ഷേ ഇതിൻ്റെ കാര്യം വിട്ടോ ഇവരോട് വർത്താനം പറയുന്നതിൽ. അന്നേരത്തേക്ക് പിന്നെ നോക്കുമ്പോൾ ചെനച്ച മാങ്ങ കൂടി ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാക്കിയ. അപ്പം തന്നെ നമ്മളെ മാങ്ങച്ചാർ കഴിഞ്ഞു. 3 ദിവസം ഉണ്ടായോ ആവോ മാങ്ങച്ചാർ കഴിഞ്ഞിട്ട്. അതുണ്ടോ ചക്കര സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുന്നതാണ് ഇത്. നമ്മളെ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടില്ല 2 ചെറിയ പാത്രങ്ങൾ. അതിൻ്റെ പാത്രമാണ്. ചിലപ്പോൾ 2 പാത്രത്തിലും കൊണ്ടുപോകും, ചിലപ്പോൾ ഒന്നിലാണ് കൊണ്ടുപോകുള്ളൂ കേട്ടോ. അങ്ങനെ 2-3 ദിവസം കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അച്ചാറും പാട്ട് അങ്ങോട്ട് കാലിയായിട്ടോ. ഇനി അതിലില്ല, ഇനി ലേശം ഇടണം. അന്നേരം മാങ്ങ പറിച്ചത് ഇരിപ്പില്ല, ഒക്കെ ഏകദേശം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഷാണ്ട ലീവുള്ള ദിവസം ഞായറാഴ്ച ദിവസം വേണം ലേശം കൂടെ മാങ്ങ പറിച്ചിട്ട് നമുക്ക് അച്ചാറിടാൻ. ഒന്നിച്ച് ഞാൻ കുറേ ഇട്ടേക്കുമ്പോൾ എനിക്ക് പൂപ്പൽ വരുന്നതുകൊണ്ടാണ് ഞാൻ ലേശം ഇടുന്നത് കേട്ടോ. ആ കുഞ്ഞാപ്പുവാണ് ഇത്, അവളെ കത്തിയാണ് കേട്ടോ. അത് നമ്മൾ പച്ചക്കറി മുറിക്കുകയാണെങ്കിൽ ആ കത്തി എടുത്തിട്ട് വരും, പച്ചക്കറിയൊക്കെ മുറിക്കാൻ. മൂർച്ചയില്ലാത്ത കത്തിയാണ്, എന്നാലും പേടിയാണ് കേട്ടോ. കുരുത്തക്കെട്ട് കളിക്കുന്നതുകൊണ്ട് പൊന്നു ഇതാ ടവലിലൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ചോറ് കൊണ്ടുപോകണേ. ചോറിനുമ്പോൾ നിലത്തൊക്കെ വീണ് ടീച്ചർ ചിത്തറിയുന്ന വേണ്ടി ടവലിലൊക്കെ കെട്ടിയിട്ടാട്ടോ കൊണ്ടുപോകുന്നത്. ഇന്ന് ബുധനാഴ്ചത്തെ വീഡിയോ കേട്ടത്. അന്നേരം SPC ഉള്ള ദിവസം. അന്നേരം അവൾ രാവിലെ നേരത്തെ പോകും കേട്ടോ. 8:30 ആകുമ്പോഴത്തേക്കും സ്കൂളിലെത്തണം. മുടിയൊക്കെ കണ്ടോ, അതിപ്പോൾ രാവിലെ കിട്ടുന്ന മുടി കുറേ ടൈം എടുക്കും കേട്ടോ. അങ്ങനെ കെട്ടാൻ സ്ലൈഡ് വെച്ച് കുത്തി ഉറപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് പോയാൽ സാറ് ചീത്തറിയും. അന്നേരം ഉറപ്പിച്ച് വെക്കും അതിനെ കെട്ടിയിട്ട്. കുറേ ടൈം വേണം അങ്ങനെ കെട്ടിയെടുക്കണമെങ്കിൽ. ഓളെന്നെ കെട്ടു, പിന്നെ സ്ലൈഡൊക്കെ ഞാൻ കുത്തി കൊടുക്കുന്നു മാത്രം. പിന്നെ കുഞ്ഞാപ്പൂൻ്റെ ഓരോ കുരുത്തക്കടൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഉണക്കമീനൊക്കെ വറുത്തു. അതുകൊണ്ട് മഴയൊക്കെ മൂടിക്കെട്ടിയിരിക്കുന്നതുകൊണ്ട് തുണിയൊന്നും വെയിലില്ലാത്തതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല. എല്ലാം ഇത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വെയിലത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങുന്നില്ല കേട്ടോ. ഉണ്ടാവും മഴ അങ്ങനെ പെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുഴയൊന്നും വെള്ളം കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊരു നോർമൽ കണ്ടീഷനിൽ പോകുന്നുണ്ട്. മഴ ഇല്ല, നമുക്ക് വയനാട്ടിൽ ഭയങ്കര മഴ കുറവാണ് ഇപ്രാവശ്യം. ഇപ്പം എല്ലാം കൂടെ ഒന്നിച്ച് വരാനാണോ എന്നറിയില്ല കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം നല്ല മഴയുണ്ട്. എന്താണോ ഏതാണോ ഒന്നും അറിയില്ല. പിന്നെ മീനൊക്കെ വറുത്ത് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് വൈകുന്നേരത്തേക്കുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ അത് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. മാങ്ങ പഴുത്തോ നോക്കാണ്ട് ഞാനും കുഞ്ഞച്ചും കൂടെ മാങ്ങ പഴുക്കാൻ വെച്ച് നോക്കാൻ പോയപ്പോൾ 2 മാങ്ങ കിട്ടി. നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല, ഒരുവിധം പഴുപ്പായി വരുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളത് എടുത്ത് അങ്ങനെ അവിടെ ഇരുന്ന് അതങ്ങ് മുറിച്ചിരുന്ന് നോക്കുമ്പോൾ പുളിയും ഉണ്ട് മധുരവും ഉണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ. അന്നേരം ഞാനും കുഞ്ഞാച്ചും കൂടെ അത് തിന്നാണ് കേട്ടോ. തിന്നാനിരുന്ന് കഴിഞ്ഞപ്പോൾ ഓളൊരു കഷ്ണം തന്നിട്ടുള്ളൂ. ഓൾക്ക് അങ്ങനെ പുളിയുള്ള മാങ്ങയൊന്നും ഓളങ്ങനെ തിന്നൂല കേട്ടോ. പിന്നെ ഞാൻ തന്നെ 2 കഷ്ണം തിന്നിട്ട് ബാക്കി ഞാൻ അവിടെ തന്നെ എടുത്ത് വെച്ചു. 2 മുറിച്ച് നോക്കിയിട്ടുണ്ടാവും. ഒരുവിധം ചെനച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മളെ മാമത്തെ മാങ്ങ തന്നെയാണ് കേട്ടോ. ഒരു മാവേ ഉള്ളൂ നമുക്കിവിടെ, അതിൻ്റെ അകത്തുള്ള മാങ്ങയാണ്. നേരം നമ്മൾ മുമ്പത്തെ ഷീറ്റ് കെട്ടിയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് പഴുത്തിട്ട് വീണ് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ കീറിപ്പോവും. അതുകൊണ്ടാണ് പറിച്ച് വെക്കുന്നത്. എല്ലാ കൊല്ലം അങ്ങനെ കേട്ടോ ചെയ്യുക. ഷീറ്റ് കെട്ടിക്കഴിയുമ്പോൾ ചേട്ടൻ മറ്റേ സ്റ്റിക്കിൻ്റെ മുകളിൽ കുപ്പി കെട്ടിയിട്ട് അതിനെ കുപ്പി വെച്ചിട്ട് പറിക്കും. പേരേൻ്റെ മുകളിൽ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് പറിക്കും. കുപ്പി തന്നെ നിലത്ത് വീഴാണ്ട് പറിച്ചെടുക്കും. അതങ്ങനെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അന്നേരം ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിന്നണ്ടേ. മഴയാകുമ്പോഴൊരു പ്രശ്നമാണ്, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണം തോന്നും. അന്നേരം നമ്മളിവിടെ പിന്നെ ഈ ചക്ക വറുത്തതും ചിപ്സൊക്കെ ഉണ്ടാവും എപ്പോഴും. ചിപ്സ് ഇപ്പോൾ ഇപ്രാവശ്യം വറുത്തിട്ടില്ല. ചക്ക വറുത്തത് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ചക്ക വറുത്തതെല്ലാം അങ്ങനെ തന്നെ ബാലൻസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ വൈകുന്നേരം വന്ന് ലേശം അങ്ങനെ തിന്ന് ഏകദേശം കഴിയാനായിട്ടോ.
ഇപ്പോൾ ലേശം വറക്കണം. പിന്നെ ചക്കയെല്ലാം ഇപ്പോൾ പഴുത്ത് തുടങ്ങിയില്ലേ, മൂത്ത ചക്കയൊന്നും ഇപ്പോൾ കിട്ടൂല. പിന്നെ അട്ടയായിട്ടോ, എസ്റ്റേറ്റ് ഏരിയയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിറച്ച അട്ടയാണ്. ഞങ്ങൾ കുമ്മിൽ തരാൻ പോകുമ്പോൾ തന്നെ നമ്മളെ വീടിൻ്റെ മുകളിൽ തന്നെ അട്ട തരുള്ളൂ, ദൂരത്തെ എവിടെയും പോവില്ല, അത്തേക്ക് അട്ട കയറും. പിന്നെ വൈകുന്നേരത്തെ ചായക്കടി എന്ന് പറയാൻ ഇന്ന് നമ്മളെ കല്ലിൽ പൊരിച്ച അടയാണ് കേട്ടോ, വെല്ലം തേങ്ങയുടെ ഉള്ളിൽ വെച്ചിട്ട് അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്, ഇവർക്ക് മധുരം അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലില്ല. അങ്ങനെ ഇടയ്ക്കും തലക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എന്തെങ്കിലും വൈകുന്നേരം ചായക്ക് കടി ഇവർക്ക് നിർബന്ധമാണ്, ഇല്ലാണ്ട് പറ്റൂല. പിന്നെ ഇതാ നമ്മളെ റെഡ് റൈസ് ഇല്ലേ, അതാണ് കേട്ടോ. അത് വെള്ളത്തിൽ രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ടായി. അന്നേരം അതൊന്ന് അരച്ചിട്ട് വൈകുന്നേരം ഇവർക്ക് ഞാൻ ലേശം പായസം പോലെ ആക്കി കൊടുക്കും കേട്ടോ, വെല്ലം നെയ്യൊക്കെ ഒഴിച്ചിട്ട്. പൊന്നിന് ഈ ഷുഗറിലോ കുറവുള്ള പ്രഷറിലോടൊക്കെ എന്തെങ്കിലും മധുരം ഡെയിലി കൊടുത്തിട്ടില്ലെങ്കിൽ SPCക്കെല്ലാം പോകുമ്പോൾ ഭയങ്കര ക്ഷീണമാവും. അന്നേരം ഇതിങ്ങനെ ഡെയിലി ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ടാവും ക്ഷീണത്തിന്. ചക്ക കുഞ്ഞാച്ചൂനാണെങ്കിലും അങ്ങനെ 3 ആക്കും ലേശം കൊടുക്കും കേട്ടോ. അവർക്ക് മാത്രം കുറച്ചേ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഇതാ വൈകുന്നേരത്തെ ഹോംവർക്ക് ചെയ്യൽ പരിപാടികളൊക്കെയാണ്. പൊന്നു ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അവൾ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് 6 മണിയൊക്കെ കഴിയും കേട്ടോ. ചക്കരേനെ പിന്നെ നേരത്തെ ഹോംവർക്ക് ചെയ്യിക്കാൻ ഇരുത്തും, അല്ലെങ്കിൽ ഭയങ്കര അടിയാവും കേട്ടോ. 2-3 കൂടെ കൂടുമ്പോൾ ഭയങ്കര അടിയാണ്. അവൾ ഇതാ ചിത്രം വരയും കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യും. കുഞ്ഞാച്ച് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് മറച്ച് വെക്കുന്നുണ്ടോ, ഭയങ്കര കുരുത്തക്കേടാണ് ഈ ഓട്ടാണ് ഇവിടെ പൊന്നു ഇരുന്ന് പഠിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ കട്ടിലിൻ്റെ മുകളിൽ ചക്കര പൊന്നു വന്നു കഴിയുമ്പോൾ അവൾ എണീച്ച് മേശേൻ്റെക്ക് പോകും. പൊന്നിന് ഇവിടെ മാത്രം ഇരുന്ന് പഠിച്ചാലേ പൊന്നിന് പഠിക്കാൻ പറ്റുള്ളൂ, വേറെ ആരും അവിടെ ഇരുത്തൂല്ല. ചക്കരയായിട്ട് അവിടെ പോയിരുന്ന അടിപിടി കൂടിയിട്ട് അവിടെ നിന്ന് വിടും. പിന്നെ ഇതാ വലയൊക്കെ ഷാണ്ട് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഊരിയിട്ട് എല്ലാവരും ഊരിയിട്ട് ഇതാ ബക്കറ്റിലും പുറത്തായിട്ടൊക്കെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ പോയിട്ട് അലക്കിയിടും കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വന്നാലുള്ളത് വൈകുന്നേരം തന്നെ വേഗം അലക്കിയിടും, കൂട്ടി വെക്കേ ഇല്ല ഞാൻ. എന്താ വെച്ചാൽ ഇരട്ടിക്കും പണി നമുക്ക് പിറ്റേ ദിവസത്തേക്ക്. അതായത് ഞാൻ കയ്യോടെ അലക്കിയിടും. വീഴ്ചയുടെ സ്ഥലം ഇല്ലെങ്കിൽ സ്ഥലം എവിടെയെങ്കിലും ഒപ്പിച്ചങ്ങോട്ട് ആറിയിടുക തന്നെ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അന്നേരം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ കേട്ടോ. ഇത് ചക്കര നേരത്തെ വരയ്ക്കുന്നുണ്ട് ഒരു ചിത്രം, അത് അവൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. ചിത്രം വരക്കാനുള്ള പരിപാടിയാണ് എന്നും ഹോംവർക്കിൽ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി കേട്ടോ. അത് വരച്ച് തീർത്തതിന് ശേഷമാണ് എന്ത് ഹോംവർക്ക് ഉണ്ടെങ്കിലും അവൾ എഴുതാൻ പോവുള്ളൂ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ, ബൈ.